ഹായ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇന്ന് ആക്ച്വലി ഞാൻ 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലൊരു ബിയറിഷ് മാർക്കറ്റാണ് നമുക്കിന്ന് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റി നിയർലി ഒരു 600-700 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്തത്. 750 പോയിന്റ് ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. നിഫ്റ്റിയും സെയിം തന്നെയായിരുന്നു. നിയർലി ഒരു 1%, ഓൾമോസ്റ്റ് ഒരു 2%ന്റെ അടുത്ത് നിഫ്റ്റിയും ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഞാൻ ആക്ച്വലി ഇന്ന് 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വോളട്ടൈൽ ആയിരുന്നു. ഞാൻ സ്കാൽപ്പിംഗ് പോലെയാണ് 2 ട്രേഡ് എടുത്തത്. അതിൽ നമുക്ക് ഇന്നത്തെ ട്രേഡ്സിന്റെ ഡീറ്റെയിൽസ് ആദ്യം നോക്കാം. ഫസ്റ്റ് ട്രേഡ് ഈ ഒരു ക്യാൻഡിലാണ് എൻ്റർ ചെയ്തത്, അതായത് 1040 ക്യാൻഡിൽ ക്ലോസിൽ എൻ്റർ ചെയ്തു. ചെറിയൊരു ടാർഗറ്റ് ആണ് വെച്ചത്. ടാർഗറ്റ് വെക്കാനുള്ള റീസൺ എനിക്ക് തോന്നുന്നു ഈ ഒരു ലൈനാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു ലൈനായിട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ആയിരുന്നു ടാർഗറ്റ് വെച്ചത്. അത് നെക്സ്റ്റ് 5 മിനിറ്റ് ക്യാൻഡലിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ബുക്ക് ചെയ്ത് മാറി. ഇതിന് എബോ ആയിട്ടാണ് SL പ്ലേസ് ചെയ്തത്. രണ്ടാമത്തെ ട്രേഡ് ആക്ച്വലി ഇവിടെ ആയിരുന്നു, 11:05 ക്യാൻഡിൽ ക്ലോസിൽ. അവിടെ ട്രേഡ് എൻ്റർ ചെയ്തു. ഈ ഒരു ഫോള് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു ടാർഗറ്റ് വെച്ചത്. അതും നിയർലി ഒരു 10-20 മിനിറ്റ്സിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ട്രേഡ്സ് ഒന്നും ഇന്ന് എൻ്റർ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി ഓർഡർ ബുക്ക് കാണിച്ചു തരാം. 2 ട്രേഡ്സ് ആണ് എന്നുള്ളത്. ഈ 2 ഓർഡർ ക്യാൻസൽ ആയതാണ്, അതായത് അത് ബൈ മിസ്റ്റേക്ക് പറ്റിയതാണ്. ബൈ മിസ്റ്റേക്ക് അല്ല, ഞാൻ ട്രേഡ് എൻ്റർ ചെയ്തു, പക്ഷെ അത് ലിമിറ്റ് ഓർഡർ ആയി. ഈ 765 എൻ്റർ ചെയ്യേണ്ട ട്രേഡ് ആയിരുന്നു. നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയത് 785 ഫസ്റ്റ് ട്രേഡ് 1045 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റർ ചെയ്തു. 1048 തന്നെ ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ട്, അതായത് ഈ ഒരു ട്രേഡ്. അടുത്ത ട്രേഡ് ഇത് രണ്ടുമാണ് ലിമിറ്റ് ഓർഡർ കാരണം ക്യാൻസൽ ആയി പോയത്. ക്യാൻസൽ ഞാൻ ചെയ്തതാണ്. അടുത്ത ട്രേഡ് എൻ്റർ ചെയ്തത് 11:10 ക്യാൻഡിലാണ്. 11:20 ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ബുക്ക് ചെയ്ത് മാറി. ഈ ഒരു ട്രേഡ്, അതായത് ഈ ക്യാൻഡലിന്റെ സ്റ്റാർട്ടിങ്ങിൽ എൻ്റർ ചെയ്തു. ഈ ഒരു ഫോള് നമ്മൾ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡലിന്റെ ക്ലോസിൽ എക്സിറ്റ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ഇന്നത്തെ ട്രേഡ്സ്. ഞാൻ നിങ്ങൾക്ക് PNL കാണിച്ചു തരാം. നിയർലി 3000+ നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓവറോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് ഡെയിലി ക്യാൻഡിൽ ഒന്ന് മാർക്കറ്റിനെ വാച്ച് ചെയ്യാം. ഞാൻ ഈ സോൺസ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ. അത്യാവശ്യം നല്ലൊരു ഫോളോ ആണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഇനിയും ഫോളോ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഗ്ലോബലി തന്നെ നമുക്കൊരു ബിയറിഷ് ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് 50 മിനിറ്റ്സിൽ ജസ്റ്റ് സോൺസ് മാർക്ക് ചെയ്യാം. സോൺസ് നമുക്ക് മാർക്ക് ചെയ്യാൻ കുറച്ച് റിസ്കി ആയിരിക്കും, മീൻസ് കൺഫ്യൂസിങ് ആയിരിക്കും. നമുക്ക് ഇത് കണക്ട് ചെയ്തോണ്ട് ഇങ്ങനെ ഒരു സോൺ മാർക്ക് ചെയ്യാം. ദെൻ ഈ ഒരു ഏരിയയിൽ നമുക്ക് സോൺ മാർക്ക് ചെയ്യണമെങ്കിൽ പ്രീവിയസ് ഡാറ്റ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അതായത് നിയർലി ജൂൺ സ്റ്റാർട്ടിങ്ങിലെ ഡാറ്റ നമുക്ക് വേണ്ടി വരും. അല്ലാതെ ആ ഒരു ഫ്രീ സ്പേസ് ആണത്. ഇവിടെ സോൺ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഹൈ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒരു സോണായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ഈ ഒരു ലോ, ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഈ ഒരു ഏരിയയിൽ പിന്നെ മാർക്കറ്റ് എത്തിയിട്ടില്ല. കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇവിടുന്ന് അപ്സൈഡിലേക്ക് മൂവ്മെന്റ് ആണെന്നാണ്. പിന്നെ ഇപ്പോഴാണ് ആ ഒരു ഏരിയയിലേക്ക് വരുന്നത്. ഇത് നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വയ്ക്കാം. ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ്, ഇങ്ങനെ ആയിരിക്കും സോണ്. കുറച്ച് കൺഫ്യൂസിങ് ആണ് എന്തായാലും. നെക്സ്റ്റ് ഡേ മുതൽ ഒരു ജേണൽ പോലെ പ്രിപ്പയർ ചെയ്ത് അതും കൂടെ ഷെയർ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് July 31 നമ്മൾ ഈ ഒരു ചലഞ്ച് പോലെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ എടുത്ത ട്രേഡ്സിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് ഡേ മുതൽ ഒരു എക്സൽ ഷീറ്റിൽ ഞാൻ ജേണൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൂടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ട്രേഡിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, താങ്ക് യു.